Hello everyone, welcome to our video class section. Today we are discussing a new chapter. The chapter name is Reproduction in Organism. So what is reproduction? Reproduction എന്ന് പറയുന്നത് reproduction എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള പ്രോസസ്സാണ് എന്ത് reproduction എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താ നമ്മുടെ പാരൻസിൽ നിന്ന് നമ്മളുണ്ടായി നമ്മുടെ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇത് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ അത് എക്സാക്ട് അതേ കോപ്പീസ് ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതല്ല, എന്തുണ്ടാവും? വേരിയേഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ reproduction എന്ന് പറയുന്നത് reproduction is the basic അല്ലെങ്കിൽ ബയോളജിക്കൽ പ്രോസസ്സാണ് which brings the organism അല്ലെങ്കിൽ gives rise to the young ones similar to their parents. ഓക്കെ, അപ്പോൾ ഇതൊരു സൈക്ലിക് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ അതിൽ എന്തുണ്ടാവാം? ബർത്ത് ഉണ്ടാവാം, ഗ്രോത്ത് ഉണ്ടാവും, അതുപോലെ തന്നെ ഡെത്തും ഉണ്ടാവാം. അപ്പോൾ ഓരോ ഓർഗാനിസത്തിൻ്റെയും ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കുമോ? ഇല്ല. ഓക്കെ, അവിടെ ഞാൻ എലിഫന്റ്, കാറ്റ്, ഡോഗ്, ബട്ടർഫ്ലൈ ഒരുപാട് ഓർഗാനിസം കൊടുത്തിട്ടുണ്ട്. ആ എല്ലാ ഓർഗാനിസത്തിൻ്റെയും ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരേപോലെയാണോ? അല്ല. നെക്സ്റ്റ് സ്ലൈഡ് ഉണ്ട്, നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ഓരോ ഓർഗാനിസത്തിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ പീരീഡ് ബിറ്റ്വീൻ ബർത്ത് ആൻഡ് നാച്ചുറൽ ഡെത്ത് ഓഫ് ഓർഗാനിസം അല്ലേ. ആ ഓർഗാനിസത്തിൻ്റെ ബർത്തിൻ്റെയും അതുപോലെ തന്നെ നാച്ചുറൽ ഡെത്തിൻ്റെയും ഇടയിലുള്ള പീരീഡ്, അതിന് പറയുന്ന പേരാണ് എന്ത്? ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഓർഗാനിസത്തിനും ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. കൗവിന് നോക്കി നോക്കൂ നിങ്ങൾ. ആദ്യത്തെ റോസ് പ്ലാന്റിന് എത്രയാണ്? 6 to 10 years ആണ് റോസ് പ്ലാന്റിന്. കൗവാകുമ്പോൾ 10 to 20 years, ഡോഗിന് 20 to 22, ബട്ടർഫ്ലൈക്ക് എത്രയായിരുന്നു? 1 to 2 weeks അല്ലേ. എലിഫൻ്റ് ആകുമ്പോൾ 65 to 70, ടോർട്ടോയ്സ് 100 to 150. ഇനി ക്രൊക്കഡൈലൊക്കെ ആകുമ്പോൾ എത്രയാണ്? അതിന് 60 years ആണ്. ഹോഴ്സ് ആകുമ്പോൾ എത്രയാണ്? 60 to 62 ആണ്. ക്രോനൊക്കെ 15 years, പാരറ്റ് 140, ബനാന ട്രീ അതായത് വാഴയ്ക്കൊക്കെ ആണെങ്കിൽ 10 മുതൽ 15 മാസം, റൈസ് പ്ലാന്റിനൊക്കെ ആണെങ്കിൽ 4 മുതൽ 6 മാസം, ബനാന ട്രീക്ക് ആണെങ്കിൽ ഏതാ 200 മുതൽ 300 വർഷം. അപ്പോൾ ഇങ്ങനെ പ്ലാന്റിൻ്റെ കേസിൽ നമ്മളിപ്പോൾ ബനാന ട്രീ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ചാർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാൻ ഉള്ളത് ഈ ബനാന ട്രീക്കും. ഇവിടെയാണെങ്കിൽ ആയിരിക്കണം നമ്മുടെ ടോർട്ടോയ്സിനും അല്ലേ. അപ്പോൾ ഓരോ ഓർഗാനിസത്തിൻ്റെയും ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് അവരുടെ ബർത്തിൻ്റെയും അതുപോലെ തന്നെ നാച്ചുറൽ ഡെത്തിൻ്റെയും ഇടയിലുള്ള പീരീഡാണ് എന്ത് പറയുന്നത്? ആ ഓർഗാനിസത്തിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആ ഒരു ലൈഫ് സ്പാനിൻ്റെ ഉള്ളിൽ അവർ എന്ത് ചെയ്യും? അവരുടെ പ്രോജനിനെ അവർ നിർമ്മിച്ചിരിക്കും. അങ്ങനെ പ്രോജനി ഉണ്ടായി മാത്രമാണ് അവർക്ക് ഒരു കണ്ടിന്യൂഷനോ അല്ലെങ്കിൽ ജനറേഷൻസ് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഓക്കെ, സോ രണ്ട് തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ഉണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് ആ യങ് വൺസ് ജസ്റ്റ് ശരി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജസ്റ്റ് കോപ്പീസ്, വേരിയേഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല, ജസ്റ്റ് എക്സാക്ട് കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് എന്തായിരിക്കും? ജസ്റ്റ് ക്ലോൺസ് പോലെ ആയിരിക്കും എന്ത്? സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഉണ്ടാവും. ഇപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് കോമൺ എമം നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള പ്ലാന്റ്സിൽ, അതുപോലെ തന്നെ ചെറിയ ഓർഗാനിസത്തിൻ്റെ കേസിലൊക്കെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ 2 പാരൻ്റ് ആവശ്യമില്ല, സിംഗിൾ പാരൻ്റ് മതി. ഓക്കെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി പാർട്സ് മതി എന്തിനു വേണ്ടിയിട്ട്? സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ പറഞ്ഞാൽ എന്താ? സെക്ഷൽ റീപ്രൊഡക്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഓർഗാനിസത്തിൻ്റെ ജസ്റ്റ് ക്ലോണാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ല, അവിടെ 2 ഗാമേറ്റുകൾ ഫ്യൂസ് ചെയ്തിട്ട് ഒരു പുതിയൊരു ഓർഗാനിസമായി മാറണം അല്ലെ. പുതിയ ഓർഗാനിസം വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും ക്യാരക്ടേഴ്സ് ഉള്ള ഒരു പുതിയ ഓർഗാനിസം. അപ്പോൾ അവിടെ എന്താണ്? വേരിയേഷൻസ് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും. അങ്ങനെ വേരിയേഷൻസ് ഉണ്ടായി മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഇവല്യൂഷൻ എന്ന പ്രോസസ്സ് നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. എസെക്ഷൽ റീപ്രൊഡക്ഷൻ അതിൽ ഫസ്റ്റ് വൺ ആണ്, അതിൻ്റെ ഒരു ടൈപ്പാണ് ഫിഷൻ എന്ന് പറയുന്നത്. ഫിഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ is ബഡ്ഡിങ്. നോക്കി നോക്കി ഇവിടെ ബഡ്ഡിങ്, ഫിഷൻ, ഫ്രാഗ്മെൻറ്റേഷൻ, ബഡ്ഡിങ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, റീജനറേഷൻ, സ്പോർ ഫോർമേഷൻ. നമ്മളിങ്ങനെ ഇതിൽ പറയും, നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് പറയും. ഫിഷൻ, ഫ്രാഗ്മെൻറ്റേഷൻ, ബഡ്ഡിങ്, റീജനറേഷൻ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, സ്പോർ ഫോർമേഷൻ, ജെമ്യൂൾ ഫോർമേഷൻ, അതെല്ലാം എന്താണ്? നമ്മളുടെ സെക്ഷൽ റീപ്രൊഡക്ഷനുള്ള എന്താ എക്സാമ്പിൾസ് അല്ലെങ്കിൽ ടൈപ്സുകളാണ്. ഓക്കെ, ഇനി ആദ്യത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നത് ആദ്യത്തെ സെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഫിഷനാണ്. ഫിഷൻ എന്ന് പറഞ്ഞെങ്കിൽ പാരന്റിന്റെ ബോഡി ഡിവൈഡ് ചെയ്യുക. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൂടിച്ചേരുക, അതല്ലേ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഫിഷൻ എന്ന് പറയുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ അമീബയാണ് ഫിഷൻ നടക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ അമീബയുടെ കേസിൽ ആ പാരന്റ് ബോഡി എത്രണ്ണായിട്ട് മാറണം? രണ്ടെണ്ണമായിട്ട് മാറണം. അതുകൊണ്ട് തന്നെ ആ ഫിഷൻ എന്ന് പറയുന്നത് എന്താണ്? ബൈനറി ഫിഷനാണ്. ഇപ്പോൾ ഒന്നിലധികം പാർട്സ് ആയിട്ട് മാറുകയാണെങ്കിൽ അതാണ് പറയുന്നത് മൾട്ടിപ്പിൾ ഫിഷൻ. പാരന്റിന്റെ ബോഡി രണ്ട് പാർട്ടായിട്ട് മാറണമെങ്കിൽ അതിനെ ബൈനറി ഫിഷൻ എന്നും, പാരന്റിന്റെ ബോഡി ഒന്നിലധികമായിട്ട് മാറണമെങ്കിൽ അത് എന്താണ്? അത്
ബൈനറി ഫിഷൻ എന്നും. ഒന്നിലധികം ആണെങ്കിൽ അത് മൾട്ടിപ്പിളും, രണ്ടെണ്ണമായിട്ട് മാറണമെങ്കിൽ അത് ബൈനറി ഫിഷനും. ഓക്കെ, അപ്പോൾ നമ്മുടെ അമീബയുടെ കേസിൽ എന്താണ് അത് ബൈനറി ഫിഷൻ നടക്കുന്നത്. അപ്പം അമീബയുടെ ഒരു പാരന്റ് സെല്ലുണ്ട് ഇല്ലേ. ഈ പാരന്റ് സെല്ലിൻ്റെ അകത്തെ ന്യൂക്ലിയസ് ആദ്യം എന്താ രണ്ടായി ഡിവൈഡ് ചെയ്തു അല്ലേ. ഈ ന്യൂക്ലിയസ് ഒരു കോപ്പി ഉണ്ടായി. ഇനി എന്താ ചെയ്യുക, അതിൻ്റെ അകത്ത് സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യാണ്. ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തു, അതുപോലെ തന്നെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുക. അങ്ങനെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് ഓർഗാനിസം ഫോം ചെയ്യുക. ഓക്കെ, അപ്പോൾ പാരന്റിന്റെ ബോഡിയിൽ നിന്നാണ് ഫോം ചെയ്യുന്നത് രണ്ട് പുതിയ ഓർഗാനിസം ഫോം ചെയ്യുന്നത്. സോ ദിസ് ഇസ് നോൺ ആസ് ഫിഷൻ. ഒരു പാരന്റിന്റെ ബോഡിയിൽ നിന്ന് രണ്ടെണ്ണമായിട്ട് മാറണമെങ്കിൽ അതിന് ബൈനറി ഫിഷൻ എന്നും, ഒരുപാട് എണ്ണം ഉണ്ടാവുണ്ടെങ്കിൽ എന്താ പറയുക അതിനെ ബൈനറി ഫിഷൻ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം, ഒരുപാട് എണ്ണം ഉണ്ടാവുണ്ടെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയാം. ഓക്കെ, ദ എൻറ്റയർ ഓർഗാനിസം അഥവാ പാരന്റ് സെൽ ഡിവൈഡ് ഇൻ ടു two or more forms, more individual, that is ഫിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഫ്രാഗ്മെന്റേഷൻ. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ കഷ്ണങ്ങളായി മാറുക. ഇത് നോക്കൂ, ഇത് ഹൈഡ്രയാണ്, ഹൈഡ്രയുടെ ഫിഗറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഹൈഡ്ര ഫസ്റ്റ് ഫിഗർ നോക്കി, ഹൈഡ്ര ഫുൾ ഫിഗറാണ് അല്ലേ. ഈ ഹൈഡ്രയുടെ നോക്കി ഇവിടെ സ്പ്ലിറ്റ് വന്നു അല്ലേ. ഈ സ്പ്ലിറ്റ് വന്ന പോർഷനിൽ നിന്നും ഏത് ഭാഗമാണോ കട്ടായി പോയ ആ പോർഷനോട് ഫോം ചെയ്യുക. ഇവിടെ നോക്കി നോക്കിയേ, ഇവിടെ ടെയിൽ പോർഷൻ ഇല്ല, പക്ഷെ ഇവിടെ എന്ത് ഫോം ചെയ്തു, ടെയിൽ ഫോം ചെയ്തു. അങ്ങനെ ഒരു ഓർഗാനിസത്തിൽ നിന്നും രണ്ട് ഓർഗാനിസം ഫോം ചെയ്യും. ഇത് എത്ര എണ്ണമായിട്ടാണ് ഫ്രാഗ് കഷ്ണങ്ങളാവുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, പുതിയ ഓർഗാനിസംസ് അവിടെ ഫോം ചെയ്യും. ദാറ്റ് ഈസ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. ഓക്കെ, അടുത്ത എന്താണ് ഗെമ്യൂൾസ് ആണ്. ഗെമ്യൂൾസ് എന്ന് പറയുന്നത് എന്താണ്? ഗെമ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് നമ്മളുടെ ഗെമ്യൂൾ എന്ന് പറയുന്നത് സ്പോഞ്ചസിലൊക്കെ കാണുന്ന പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കോട്ടാണ്. സ്മോൾ ഗ്രൂപ്പ് ഓഫ് സെൽസ് എൻക്ലോസ്ഡ് ബൈ എ പ്രൊട്ടക്റ്റീവ് കോട്ട് ഫോംഡ് ഇൻ സ്പോഞ്ചസ്. സ്പോഞ്ചസിലൊക്കെ കാണുന്ന നമ്മുടെ സ്പോഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പോഞ്ചിലെ ഗ്രൂപ്പ് പോറിഫറ ഗ്രൂപ്പ് അല്ലേ. ആ പോറിഫറ ഗ്രൂപ്പിലൊക്കെ കാണുന്ന പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കുറേ സെൽസ് കൂടി ചേർന്നിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കോട്ടാണ് എന്ത് ഗെമ്യൂൾ എന്ന് പറയുന്നത്. ഈ ഗെമ്യൂൾ എന്താണ്? ടോട്ടിപ്പൊട്ടൻ്റ് ആണ്. ടോട്ടിപ്പൊട്ടൻ്റ് പറഞ്ഞാൽ എന്താണ്? അവർക്ക് എന്തായിട്ട് മാറാൻ പറ്റും? ദേ ഹാവ് ദ എബിലിറ്റി ടു ഫോം ഏത് പോർഷനായിട്ടാണോ മാറേണ്ടത് അതിനായിട്ട് ഫോം ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ ടോട്ടിപ്പൊട്ടൻ്റ് ആയിട്ടുള്ള സെൽസിനുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഈ ടോട്ടിപ്പൊട്ടൻ്റ് ആയിട്ടുള്ള ഈ ഗെമ്യൂൾ സെൽസിന് പറയുന്ന വേറൊരു പേരാണ് ആർക്കിയോസൈഡ്സ് എന്ന്. അപ്പോൾ ഈ ആർക്കിയോസൈഡ്സ് ലിബറേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്ത് വരും, ന്യൂ സ്പോഞ്ചസ് ഒക്കെ ഫോം ചെയ്യുക. സ്മോൾ ഗ്രൂപ്പ് ഓഫ് സെൽസ് എൻക്ലോസ്ഡ് ബൈ എ പ്രൊട്ടക്റ്റീവ് കോട്ട് ഫോംഡ് ഇൻ സ്പോഞ്ചസ് നോൺ ആസ് ഗെമ്യൂൾസ്. ഓക്കെ, ദിസ് ടോട്ടിപ്പൊട്ടൻ്റ് സെൽസ് സീൻ ഇൻ എ ഗെമ്യൂൾ. അപ്പോൾ നമ്മുടെ ഗെമ്യൂളിൻ്റെ അകത്ത് കാണുന്ന കുറേ ടോട്ടിപ്പൊട്ടൻ്റ് ആയിട്ടുള്ള സെൽസുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇങ്ങനെ ഒരുപാട് സെൽസ് ഗെമ്യൂളിൻ്റെ അകത്ത് കാണാം. ഇങ്ങനെ ടോട്ടിപ്പൊട്ടൻ്റ് ആയിട്ടുള്ള സെൽസുകളെ പറഞ്ഞപ്പോഴാണ് ആർക്കിയോസൈഡ്സ് എന്ന് പറയുന്നത്. ആ ആർക്കിയോസൈഡ്സ് ലിബറേഷനിലൂടെ എന്ത് സംഭവിക്കും, അത് ഓരോരോ സ്പോഞ്ചായിട്ട് മാറും. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്പോഞ്ചില്ല. നമ്മൾ ഏതൊക്കെ പറഞ്ഞു, ഇപ്പം നമ്മൾ ഏതൊക്കെ പറഞ്ഞു, നമ്മളിപ്പോൾ ഏതൊക്കെ പറഞ്ഞു ആലോചിക്ക്. ഫിഷൻ പറഞ്ഞു, അതിലെ ബൈനറി ഫിഷനും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഫിഷനും. പിന്നെ നമ്മൾ പറഞ്ഞതായിരുന്നു നമ്മളുടെ നമ്മൾ പറഞ്ഞത് ഫ്രാഗ്മെന്റേഷൻ ആണ്. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ പാരന്റിന്റെ ബോഡി പല കഷ്ണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ അതിൽ നിന്നും ലോസ്റ്റ് പാർട്ട് ഏതാണോ അത് അവിടെ ഫോം ചെയ്യുക. അടുത്തെന്ന് പറയുന്നത് അവിടെ സൂ സ്പോർസ് ആണ്. അടുത്തത് സൂ സ്പോർസ് എന്ന് പറയണമെങ്കിൽ എന്താ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഒരു പൂമ്പൊടി, നമ്മുടെ പൊടി എന്ന് പറയില്ലേ അതേപോലെ. അതായത് മോട്ടൈൽ ആയിട്ടുള്ള ഫ്ലജല്ലേറ്റഡ്, മോട്ടൈൽ എന്ന് പറഞ്ഞെങ്കിൽ മൂവബിൾ ആണ്, ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള യൂണിസെല്ലുലാർ ആയിട്ടുള്ള മെറ്റീരിയലാണ്. യൂണിസെല്ലുലാർ മെറ്റീരിയൽ, മോട്ടൈൽ ഫ്ലജല്ലേറ്റ് ആയിട്ടുള്ള യൂണിസെല്ലുലാർ മെറ്റീരിയലാണ് സൂസ്പോർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൂസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൽഗി അതുപോലെ തന്നെ സർട്ടൻ ഫംഗസ് ഒക്കെയാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക, സൂസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഇതാണ് സൂസ്പോർസിന്റെ പിക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫ്ലജല്ലേറ്റർ ആണ്, അതെവിടെ ഫോം ചെയ്യുന്നത് ഇൻസൈഡ് സ്പൊറാഞ്ചിയ. സ്പോർ ഫോം ചെയ്യുന്ന സ്ട്രക്ചറാണ് സ്പൊറാഞ്ചിയ എന്ന് പറയുന്നത്. ആ സ്പൊറാഞ്ചിയത്തിന്റെ അകത്താണ് ഇത് ഫോം ചെയ്യുന്നത്, ആ സ്പോർസ് ഫോം ചെയ്യുന്നത്. ഇനി അടുത്തത് എന്താ, കൊണീഡിയാണ്. കൊണീഡിയ എന്ന് പറഞ്ഞെങ്കിൽ കൊണീഡിയക്ക് എന്തില്ല, ഫ്ലജെല്ല ഇല്ല. കൊണീഡിയോ ഫോർസ് എന്ന് പറയുന്നതും ഒരു എസെഷ്യൽ റിപ്രൊഡക്റ്റീവ് മെത്തഡാണ്, പക്ഷെ അതിന് എന്തില്ല, ഫ്ലജെല്ലസ് ഇല്ല. പക്ഷെ ഇവിടെ ഇത് ഫോം ചെയ്യുന്നത് എവിടെയാണ്, കൊണീഡിയോ ഫോർസിലാണ്. കൊണീഡിയോ ഫോർസിലാണ് എന്ത് ഫോം ചെയ്യുക, കൊണീഡിയ ഫോം ചെയ്യുക. ഇത് കാണുന്നത് നമ്മളെ ഫംഗസിലാണ്. സൂസ്പോർസ് ഫംഗസിലും കാണും, നമ്മുടെ ബാക്ടീരിയയിലും കാണും, നോട്ട് ബാക്ടീരിയ ആൽഗയിലും കാണും. പക്ഷെ കൊണീഡിയം എന്ന് പറയുന്നത് എവിടെ കാണുന്നത്, ഫംഗസിൽ കാണുന്നതാണ്. അത് കൊണീഡിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പോർഷനാണ് പറഞ്ഞ പേരാണത് കൊണീഡിയോ സ്പോർസ് എന്ന് പറയുന്നത്. ഈ കൊണീഡിയോ സ്പോർസ് കാണുന്നത് എക്സോജീനസിലാണ്. എക്സോജീനസിൽ എന്ന് പറഞ്ഞെങ്കിൽ ആ ഓർഗാനിസത്തിന്റെ ബോഡിയുടെ ഔട്ട്സൈഡ് ആയിട്ട് കാണുന്നത്. പക്ഷേ സൂസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്, എൻഡോജീനസിലാണ്. എൻഡോജീനസിൽ എന്ന് പറഞ്ഞെങ്കിൽ എവിടെയാണ്, ഇൻസൈഡാണ്. എൻഡോജീനസിൽ എന്ന് പറഞ്ഞെങ്കിൽ ഇൻസൈഡാണ്. ഓക്കെ, ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു, അപ്പോൾ സ്പോറ് ഫോം ചെയ്യുന്ന പ്രോസസ്സിന് പറഞ്ഞ പേരാണ് എന്ത്, സ്പോറുലേഷൻ. സ്പോറ് ഫോം ചെയ്യുന്ന പ്രോസസ്സിന് പറഞ്ഞ പേരാണ് സ്പോറുലേഷൻ എന്ന് പറയുന്നത്. ആ സ്പോർസിന് എബിലിറ്റി ഉണ്ട് ഏത് തരത്തിലുള്ള
അൺവാണ്ടഡ് അല്ലെങ്കിൽ അൺഫോർബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്, നമ്മളുടെ സ്പോർട്സിന് ഉണ്ട്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണ് വിചാരിക്കുന്നു. എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ക്ലോൺസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ടെങ്കിൽ ക്ലോൺസ് പ്രൊഡ്യൂസ് ചെയ്യാണ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് പറഞ്ഞു. നമ്മൾ ആ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് പറഞ്ഞു. ഫിഷൻ പറഞ്ഞു, ഫ്രാഗ്മെന്റേഷൻ പറഞ്ഞു, സ്പോറിലേഷൻ പറഞ്ഞു, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത് സൂ സ്പോർട്സ്, കൊണീഡിയോ സ്പോർട്സ്, ജെമ്മ്യൂൾസ് എന്ന് പറഞ്ഞു. അടുത്ത് ബഡ്ഡിങ്. ബഡ്ഡിങ് ഒക്കെ പറഞ്ഞെങ്കിൽ നമ്മുടെ ഈസ്റ്റിൻ്റെ ബോർഡിലൊക്കെയാണ് ബഡ്ഡിങ് നടക്കുക. അതായത് അൺഈക്വൽ ആയിട്ടുള്ള ഡിവിഷനാണ്. അതായത് ഒരു പാരന്റിന്റെ ബോഡിയിൽ നമ്മൾ ചെടിയുടെ മുകളിലൊക്കെ ചെറിയൊരു മുകുളം പോലെ റോസ് പ്ലാന്റ് ഒക്കെ ഉണ്ട് നട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മേലെ ചെറിയൊരു പോർഷൻ പോലെ വരില്ലേ, അങ്ങനെ ഒരു ചെറിയ പോർഷൻ പോലെ വന്നിട്ട് ആ പോർഷൻ എന്ത് ചെയ്യാൻ തുടങ്ങും, ഗ്രോ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് എന്ത് ചെയ്തു, ആ പ്ലാന്റ് ആ ബഡ് അതിന്റെ ഫുൾ മെച്യൂരിറ്റി അറ്റൻഡ് ചെയ്യുമ്പോൾ അത് എന്താവുന്നു, അതിന്റെ പാരന്റ് പ്ലാന്റിൽ നിന്നും റിമൂവ് ആയിട്ട് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഇസ് നോൺ ആസ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. ബഡ്ഡിങ് കാണുന്നത് അഥവാ ഈസ്റ്റിലും അതുപോലെ തന്നെ ഹൈഡ്രയിലുമാണ് എന്ത് പ്രസന്റ് ആയിട്ടുള്ളത്, ബഡ്ഡിങ് പ്രസന്റ് ആയിട്ടുള്ളത്. എന്ത് നമ്മൾ പറഞ്ഞു, എന്ത് ബഡ്ഡിങ് എന്ന് പറഞ്ഞു. ബഡ്ഡിങ് കാണിക്കുന്നത് ഈസ്റ്റിലും അതുപോലെ തന്നെ ഹൈഡ്രയിലൊക്കെയാണ് ബഡ്ഡിങ് എന്ന് പറഞ്ഞു. ബഡ് എന്ന് പറഞ്ഞാൽ എന്താ, ബോഡിയിൽ നിന്ന് വരുന്ന ചെറിയ ഔട്ട് ഗ്രോത്ത് ആണ് ബഡ് എന്ന് പറയുന്നത്. ആ ബഡ് അതിന്റെ മെച്യൂരിറ്റി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരലൽ ബോഡിയിൽ നിന്നും ഡിസോസിയേറ്റ്, അതിൽ നിന്നും വിട്ടുപോകുന്നത് ഡിറ്റാച്ച് ചെയ്തിട്ട് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുക. ദാറ്റ് പ്രോസസ് നോൺ ആസ് ബഡ്ഡിങ്. ഈ ബഡ്ഡിങ് എന്ന് പറയുന്നത് ഞാൻ ഈക്വൽ ആയിട്ടൊന്നും നടക്കുക, അൺഈക്വൽ ആയിട്ടുള്ള ഡിവിഷൻ എന്ന് പറയുന്നത് ബഡ്ഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് വെജിറ്റേറ്റീവ് മെത്തേഡ്സ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ്സ്. വെജിറ്റേറ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെജിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതുപോലെ ഒരു തരത്തിലുള്ള എന്താ പറയുക, ഒരു അസെക്ഷൽ ആണെന്ന് പറയാം വെജിറ്റേറ്റീവിനെ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒറ്റ ഒരു പാരന്റ് മതി, ആ പാരന്റിന്റെ ബോഡി പാർട്സിൽ നിന്നുമാണ് എന്ത് ഫോം ചെയ്യുന്നത്, ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ്. അതായത് അത് ആ പാരന്റിന്റെ ബോഡിയിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്, ഓർഗാനിസംസ് ഫോം ചെയ്യുന്നത്. അതിന് നമുക്ക് എന്ത് പാരന്റ് ഒരു സിംഗിൾ പോർഷൻ കിട്ടിയാൽ മതി, അതിൽ നിന്നും അതേ കോപ്പീസ് ഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും എന്താണ്, ആസ് എ പാർട്ട് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ക്ലിയർ? അതിന് എക്സാമ്പിൾ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഓരോ പ്ലാന്റിലും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഒരേപോലെ ആയിരിക്കില്ല, പലതരത്തിലായിരിക്കും. അതിന് എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ റൈസോം ടൈപ്പ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടക്കുന്നത് ജിഞ്ചറിൽ. എന്താ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റൈസോം ടൈപ്പ് നടക്കുന്നത് ജിഞ്ചറിൽ, ട്യൂബർ ടൈപ്പ് പൊട്ടാറ്റോയിൽ, ബൾബ് ടൈപ്പ് ഓണിയനിൽ, റണ്ണർ ടൈപ്പ് ഗ്രാസസിൽ, ഓഫ്സെറ്റ് ടൈപ്പ് ഐക്കോർണിയ എന്ന് പറഞ്ഞാൽ വാട്ടർ ഹയാസിന്ത് കേട്ടോ, സക്കർ ടൈപ്പ് നടക്കുന്നത് ബനാനയിലും അതുപോലെ തന്നെ ക്രൈസാന്തിമം, ബൾബിൽസ് നടക്കുന്നത് അഗാവെ പ്ലാന്റിൽ, ലീഫ് ബഡ്സ് ഫോം ചെയ്യുന്നത് ബ്രയോഫിലം. അപ്പോൾ ഇത്രയുമാണ് എന്ത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ്. റൈസോം, ട്യൂബർ, ബൾബ്, റണ്ണർ, ഓഫ്സെറ്റ്, സക്കർ, ബൾബിൽസ്, ലീഫ് ബഡ്സ്. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇതിൻ്റെ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കാൻ പാടില്ല. ഓക്കെ, ഈ റൈസോം എന്ന് പറയുന്നത് നമ്മുടെ ജിഞ്ചർ എന്താ, ഇഞ്ചി അല്ലേ. അപ്പോൾ എന്താ അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള ഫ്ലാറ്റ് ആൻഡ് ഹൊറിസോണ്ടലി ഗ്രോയിങ് സ്റ്റെമ്മിന് പറയുന്നത് റൈസോം. സ്റ്റെമ്മ് പോലത്തെ പക്ഷെ എന്താണ് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ് അല്ലേ, അങ്ങനത്തെ മെറ്റീരിയലാണ് പറയുന്നത് റൈസോം എന്ന് പറയുന്നത്. അതിന് നോട്ട്സും അതുപോലെ തന്നെ ഇന്റർനോട്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. ആ നോട്ട്സിനൊക്കെ റൂട്ട്സ് ഫോം ചെയ്യാം. ഓക്കെ, അത്തരത്തിലുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് റൈസോം എന്ന് പറയുന്നത്. സോ റൈസോം ഈസ് എ അണ്ടർഗ്രൗണ്ട് സ്റ്റെം പോർഷൻ. അടുത്തത് എന്താണ്, ട്യൂബർ. എക്സാമ്പിൾ എന്താ, പൊട്ടാറ്റോ ആണ് അല്ലേ. ട്യൂബർ എന്ന് പറയുന്നത് തന്നെയാണ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ ആണ് ട്യൂബർ എന്ന് പറയുന്നത്. അത് സ്വള്ളനാണ്, ഫ്ലഷിയാണ്. അപ്പോൾ ഈ പൊട്ടാറ്റോയിലൊക്കെ നമ്മൾ പുറത്ത് വെച്ച കാണുന്നത് നമുക്ക് ചെറിയ വൈറ്റ് ഇങ്ങനെ ഒരു ബഡ് പോലെ ഫോം ചെയ്തിട്ടുണ്ടാകും അല്ലേ, അതിന് പറയാം ഐസാണ്. ആ ഓരോ ഐസിൽ നിന്നും പുതിയ പൊട്ടാറ്റോ ഫോം ചെയ്യും. അടുത്ത എന്ന് പറയുന്നത് ബൾബാണ്. ബൾബ് എന്ന് പറഞ്ഞെങ്കിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മ് തന്നെയാണ് ബൾബ് എന്ന് പറയുന്നതും. അതെങ്ങനെയാണ്, കോമ്പാക്റ്റ് ഡിസ്ക് ലൈക്ക് സ്ട്രക്ചറാണ്. അതിൽ നിന്നും അഡ്വഞ്ചേഴ്സ് റൂട്ട് ഫോം ചെയ്യും. നമ്മളുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഉള്ളിയാണ്. നമുക്കറിയാം ഉള്ളി ഇരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ നിന്ന് ഫോം ചെയ്യാൻ തുടങ്ങും, റൂട്ട് ഫോം ചെയ്യാൻ തുടങ്ങും അല്ലേ. അതിൻ്റെ മേലെ നിന്ന് മുള പൊട്ടി വരാൻ തുടങ്ങും. അപ്പോൾ അതിനൊരു പുതിയ ഓർഗാനിസം ഫോം ചെയ്യും. അപ്പോൾ നമ്മളുടെ റൈസോം, ട്യൂബർ, ബൾബ് ഇത് മൂന്നും എന്താണ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്. ഓക്കെ, അപ്പോൾ റൈസോമിന് എക്സാമ്പിൾ ജിഞ്ചർ, ട്യൂബറിന് എക്സാമ്പിൾ പൊട്ടാറ്റോ, ബൾബിന് എക്സാമ്പിൾ ഓണിയനാണ്. ഇനി റണ്ണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഒറിജിനേറ്റ്സ് അബവ് ദ സോയിൽ ഫ്രം ദ ആക്സിലറി ബഡ്സ് ഓഫ് ദ പാരന്റ് പ്ലാന്റ്. ഇറ്റ് ഈസ് ഡെലിക്കേറ്റ് വിത്ത് ദ ലോങ് ഇൻ ദ നോട്ട്സ് ആൻഡ് റൺ ഹൊറിസോണ്ടലി. അഡ്വഞ്ചേഴ്സ് റൂട്ട് ആർ ഗിവൺ അറ്റ് ദ നോട്ട്സ് ആൻഡ് ഫിക്സ് ദ റണ്ണർ ടു ദ സോയിൽ. ഒരു പ്ലാന്റിൽ നിന്ന് മണ്ണിനോട് അനുപാതമായിട്ട്, മണ്ണിനോട് ചേർന്നിട്ട് തന്നെ ആ പ്ലാന്റിൽ നിന്ന് റൂട്ട് ഇങ്ങനെ ഫോം ചെയ്യും. മണ്ണിൻ്റെ അടിയിലേക്കല്ല, ആ മുകൾ ഭാഗത്ത് തന്നെ റൂട്ട് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ആ ഫോം ചെയ്യുന്ന പോർഷനിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, പുതിയ ഓർഗാനിസംസും ഫോം ചെയ്യാൻ തുടങ്ങും. അതാണ് എന്താ പറയുന്നത്, റണ്ണർ എന്ന് പറയുന്നത്.
ഇവിടെ ഇതാ ഇങ്ങനെ പിക്ചർ ഉണ്ടായിരുന്നു. ഇതെന്താ നമ്മൾ പറഞ്ഞത്, ജിഞ്ചറും പൊട്ടാറ്റോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ജിഞ്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സാമ്പിളാണെന്ന് ഞാൻ പറഞ്ഞത് റൈസോമിൻ്റെ. ഇത് നോക്കിയേ, നമ്മുടെ പൊട്ടാറ്റോ എന്ന് പറയുന്നത് ട്യൂബറിൻ്റെയാണ്. പിന്നെ ഇത് ബൾബാണ്. ഇത് കണ്ടോ, ഇത് കണ്ടോ ഇവിടെ ഫോം ചെയ്യണത്, അതായത് മണ്ണിനോട് പോർഷനായിട്ട് ഇങ്ങനെ ചേർന്ന് അടുത്ത് ഇതൊരു പ്ലാന്റ്, അതെ ഇതിൻ്റെ ഇങ്ങനെ വേരിങ്ങനെ പോവുക, അതിൽ നിന്നും ഒരു പുതിയ പ്ലാന്റ് വരിക. ഇത്തരത്തിലുള്ളതാണ് എന്ത് പറയുന്നത്, നമ്മളെ സ്ട്രോബെറിയൊക്കെ അതുപോലെ തന്നെ ഗ്രാസസ് ഒക്കെ എന്തിനുള്ള എക്സാമ്പിളാണ്, ഇങ്ങനെയുള്ളതിന് എക്സാമ്പിളുകളാണ്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് എന്താണ്, ഓഫ്സെറ്റ് ആണ്. നമ്മുടെ വാട്ടർ ലിവിങ് ആയിട്ടുള്ള ഐക്കോർണിയ പ്ലാന്റ് പിസ്റ്റിയയിലൊക്കെയാണ് ഓഫ്സെറ്റ് ടൈപ്പ് കാണുക. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ലാറ്ററൽ ലോങ് ആൻഡ് സ്ലെൻഡർ ഇന്റർനോഡ്സ് ഫോംഡ് ഫ്രം ദ ആക്സിലറി ബഡ്സ് ഓഫ് അക്വാട്ടിക് പ്ലാന്റ്സ്. ഓക്കെ, അക്വാട്ടിക് പ്ലാന്റ്സിന്റെ ആക്സിലറി ബഡ്സ് ഫോം ചെയ്യുന്ന ആക്സിലറി ബഡ്സ് അതിൽ നിന്ന് ഫോം ചെയ്യുന്ന ലോങ് ആൻഡ് സ്ലെൻഡർ ആയിട്ട് ഇന്റർനോഡ്സ് ആണ് എന്താ പറയുക, ആ ഫോം ചെയ്യുന്ന ആക്സിലറി ബഡ്സ് എന്നാണ് പുതിയ ഓർഗാനിസം വരുന്നത്. അതാണ് എന്ത് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ്സെറ്റ് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ആ മെച്യൂരിറ്റി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, ആ പ്ലാന്റ് ബോഡിയിൽ നിന്ന് അവർ പാരന്റ് ബോഡിയിൽ നിന്ന് എന്താവും, ഡിറ്റാച്ച്ഡ് ആവും. ഓക്കെ, റണ്ണറിലെ ഡിഫറൻസ് എന്തായിരുന്നു, റണ്ണറിൽ വരുന്നത് എവിടെ നിന്നായിരുന്നു, അഡ്വെന്റേജസ് റൂട്ടാണ് അല്ലേ, അഡ്വെന്റേജസ് റൂട്ടാണ് അത് ഒറിജിനേറ്റ് ചെയ്യുന്നു, അതും ആക്സിലറി ബഡ്സ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഓഫ്സെറ്റിലും അത് ആക്സിലറി ബഡ്സിൽ നിന്ന് തന്നെയാണ് ആ പോർഷൻസ് ഫോം ചെയ്യുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് സക്കറാണ്. സക്കറിന്റെ എക്സാമ്പിൾ നമ്മുടെ ബനാനയും ക്രൈസമാന്തിമയും ഒക്കെയാണ് സക്കറിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഒറിജിനേറ്റ് ഫ്രം ദ അണ്ടർഗ്രൗണ്ട് ബേസൽ സ്റ്റെം, അതായത് മണ്ണിലേക്ക് ഇപ്പം എന്ത് ചെയ്യും, ആ സ്റ്റെം എന്ത് ചെയ്യും, മണ്ണിലേക്ക് ഇങ്ങനെ ഒഴിഞ്ഞു വീണ പോലെ കിടക്കും. ഓക്കെ, അങ്ങനെ ഒഴിഞ്ഞു വീണ പോലെ കിടക്കുമ്പോൾ ആ സ്റ്റെം നമ്മുടെ മണ്ണിനോട് ഫേസ് കിടക്കുന്ന സ്റ്റെം പോർഷനില്ലേ, അവിടെ നിന്ന് എന്ത് ഫോം ചെയ്യാൻ തുടങ്ങും, റൂട്ടുകളൊക്കെ ഫോം ചെയ്യാനായിട്ട് തുടങ്ങും. ആ ടൈപ്പാണ് എന്താ പറയുന്നത്, സക്കർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ബൾബിൽസ് ആണ്. ബൾബിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫ്ലവേഴ്സ് അല്ല ഉണ്ടാവുക, ഏരിയൽ പോർഷനിലെ നമ്മുടെ ഫ്ലവർ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ വെജിറ്റേറ്റീവ് ബഡ്സ് ഫോം ചെയ്യും. അപ്പോൾ ഓരോ ഏരിയൽ ബഡ്സും എന്താണ്, ബൾബിൽസ് ആണ്. ഓരോ ബൾബിൽസിനും ഒരു ന്യൂ പ്ലാന്റ് ആയിട്ട് മാറാനുള്ള കഴിവുണ്ട്. ഞാൻ ചിത്രം കാണിച്ചു തരാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ബ്രയോഫിൽ എന്ന് പറഞ്ഞെങ്കിൽ ഇലമുളിച്ചി പറയും അല്ലേ, ആ ലീഫിൻ്റെ ഓരോ പോർഷനിൽ നിന്നും ചെറിയ ചെറിയ മുകുളങ്ങൾ വന്നിട്ട് അതിൽ നിന്നും ഒരു പുതിയ ഓർഗാനിസം ഫോം ചെയ്യുക. ഇതാണ് നോക്കി, ഇതാണ് അഗാവേ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഇൻഫ്ലോറസൻസ് വരുന്ന പോലെ എന്ത് വരും, വെജിറ്റേറ്റീവ് ബഡ്സ് വരും. ഈ ഓരോ ബഡ്സും എന്തായിട്ട് ഫോം ചെയ്യും, ഒരു പുതിയ ഓർഗാനിസമായിട്ട് മാറും. ഇനി ഇവിടെ നോക്കി നോക്ക്, ഇതാണ് ബ്രയോഫിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓരോ പോർഷനിൽ നിന്നും എന്ത് വരും, ഒരു പൊടിപ്പ് പോലെ വരും. ആ ഓരോ പൊടിപ്പിനും എന്തായിട്ട് മാറാൻ പറ്റും, ഒരു പുതിയ ഓർഗാനിസംസ് ആയിട്ട് മാറാനുള്ള കഴിവുണ്ട്. ഓക്കെ, ഇത് നോക്കി നമ്മുടെ ജിഞ്ചറും പൊട്ടാറ്റോ ഞാൻ പറഞ്ഞു നോഡുകൾ ഉണ്ടായിരിക്കും. ആ നോഡുകളിൽ നിന്ന് അഡ്വെന്റേജസ് റൂട്ട് വന്നിട്ട് പുതിയ ഓർഗാനിസം ഫോം ചെയ്യാന്ന് പറഞ്ഞു. പൊട്ടാറ്റോയ്ക്കൊക്കെ ആണെങ്കിൽ എന്തുണ്ടാവുന്നത്, അത് ഐ ബഡ്സ് ആണ്. പൊട്ടാറ്റോസൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഐ ബഡ്സും എന്തായാലും മാറാനുള്ള കഴിവുണ്ട്, പുതിയ ഓർഗാനിസംസ് ആയിട്ട് മാറാനുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു ബോഡി പാർട്സ് നിന്ന് ഒരു ന്യൂ ഓർഗാനിസം ഫോം ചെയ്യുക, അതാണ് എന്താ പറയുന്നത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിന് നമ്മുടെ കുറച്ച് ടൈപ്സ് ഉണ്ട്. അതാണ് ഏതൊക്കെ, റൈസോം, ട്യൂബർ, ബൾബ്, റണ്ണർ, ഓഫ്സെറ്റ്, സക്കർ, ബൾബിൽസ്, ലീഫ് ബഡ്സ് എന്ന് പറയുന്നത്. റൈസോമിന് എക്സാമ്പിൾ ജിഞ്ചർ, ട്യൂബർ ആണെങ്കിൽ പൊട്ടാറ്റോ, ബൾബ് ആണെങ്കിൽ ഓണിയൻ, റണ്ണർ ആണെങ്കിൽ ഗ്രാസസ്, ഓഫ്സെറ്റ് ആണെങ്കിൽ ഐക്കോർണിയ, സക്കർ ടൈപ്പ് ആണെങ്കിൽ ബനാന, അതുപോലെ തന്നെ ക്രൈസാന്തിമം, ബൾബിൽസ് ആണെങ്കിൽ അഗാവേ, ലീഫ് ബഡ്സ് ആണെങ്കിൽ എന്താ വേണ്ടത്, ബ്രയോഫില്ലം. ഇതൊക്കെയാണ് അതിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ കാണിച്ചിരുന്ന ഫിഗറിൽ ഇത് നോക്കിയാൽ ഈ പ്ലാന്റ് ഇങ്ങനെ വീണു അല്ലേ, അപ്പോൾ ആ വീണ സ്റ്റെം പോർഷനിൽ നിന്ന് പുതിയ റൂട്ട് ഫോം ചെയ്യുക അല്ലേ. ഇത് എവിടെ കാണുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, അങ്ങനത്തെ ടൈപ്പ് കാണുന്നത് എവിടെയാണ് കാണുന്നത്, നമ്മുടെ സക്കർ പ്ലാന്റ്, അത് ക്രൈസാന്തിമം, ബനാനയൊക്കെയാണ് അതിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഈ ക്രൈസാന്തിമം കണ്ടോ, ആ വീണ പോർഷനിൽ നിന്ന് പുതിയ ഓർഗാനിസംസ് ഫോം ചെയ്യുക. ഇത് നോക്കി നമ്മുടെ വാലിസ്നേറിയ എന്ന് പറയുന്നത്, ഈ പ്ലാന്റ് ഒക്കെ അല്ലേ, ഇത് പിസ്റ്റിയ എന്ന് പറയുന്നതും അതൊക്കെ നമ്മളുടെ എന്താണ്, സ്ട്രോബെറി, ഇതൊക്കെ പിസ്റ്റിയ എന്ന് പറയുന്നത് ഓഫ്സെറ്റ് ടൈപ്പിന് എക്സാമ്പിളാണ്. സ്ട്രോബെറി എന്താ ടൈപ്പ് ആണെങ്കിൽ റണ്ണർ ടൈപ്പിനുള്ള എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ക്ലിയർ ആയി നോക്കുന്നത്, ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ അവിടെ എന്ത് വേണ്ട, അവിടെ രണ്ട് പാരന്റിന്റെ ആവശ്യമില്ല, ഒരു സിംഗിൾ പാരന്റ് മതി. ആ സിംഗിൾ പാരന്റിൽ നിന്നാണ് പുതിയൊരു ഓർഗാനിസം ഫോം ചെയ്യുന്നത്. ഒരു ചെറിയൊരു ബോഡി പാർട്ട് മതി പുതിയ ഓർഗാനിസം ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് അതിന്റെ ക്ലോൺസ് ആവും ഫോം ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ് ഉണ്ട് പറഞ്ഞു. നമ്മൾ ഏതൊക്കെ പറഞ്ഞു, എഫിഷ്യൻ പറഞ്ഞു, സ്പോറിലേഷൻ, ബഡ്ഡിങ്, ഫ്രാഗ്മെന്റേഷൻ, സൂസ്പോസ്, കൊണീഡിയ, ഗെമ്യൂൾസ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് എല്ലാത്തിൻ്റെയും എക്സാമ്പിൾസും അതുപോലെ തന്നെ അഡ്വെന്റേജസ് റൂട്ടാണോ ആക്സിലറി ബഡ് ആണോ എന്നുള്ള കാര്യം കൂടി ഒന്നും കൂടി ക്ലിയർ ആക്കി പഠിക്കണം. ഓക്കെ, സോ ഹിയർ ഐ എം വൈൻഡിങ് ദിസ് പോർഷൻ. താങ്ക് യു.